ഡിയെല്ല എന്ന് പറഞ്ഞൊരു AI മിനിസ്റ്ററാണ്. നമുക്ക് പ്രത്യേകിച്ച് ഗവേണൻസിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് ഗവേണൻസിലേക്ക് AI സിസ്റ്റംസ് വരുന്ന ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ആക്ച്വലി ഡിയെല്ല എന്നുള്ളത്. ഒരു AI മിനിസ്റ്റർ അൽബേനിയ എന്നുള്ള രാജ്യം ലോകത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്റ്റോറിയാണ് ഈ ഒരു സംഗതി എന്നുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിന് മുമ്പിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്രപ്പോസ് ചെയ്ത ഒരു സജഷനാണ്. കേരളത്തിൽ ഓൾറെഡി കേരള ഹൈക്കോർട്ട് AI അദാലത്ത് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ ജഡ്ജിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള സംഗതി 2023 മുതൽ സുപ്പൈസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഓൾറെഡി സുപ്രീം കോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹെൽത്ത് കെയർ ആണ്, ഒന്ന് പബ്ലിക് ഗവേണൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, മൂന്നാമത്തെ സംഗതി ഒരു ലീഗൽ ആസ്പെക്റ്റ് ആണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റം ആണ്. ഇത് മൂന്നും കോർ ടെക്നോളജി ഡ്രിവൺ ആയിട്ട് കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മേഖലകളാണ് ഈ കാണുന്ന 3 ഏരിയസും. അതിലേക്കൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് കരിയറുകളെക്കുറിച്ചും മറ്റ് മേഖലകളെക്കുറിച്ചും നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം. അതിലേറ്റവും വലിയ മാറ്റങ്ങളാണ് ഈ കാണുന്ന റീസണൽ ലേ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ നമ്മൾ കണ്ട ഒരുപാട് റിപ്പോർട്ട്സ് കാര്യങ്ങളുണ്ടായിരുന്നു. ഒറാക്കിൾ എന്നുള്ള കമ്പനി 30,000-ഓളം എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുന്നു. TCS കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളൊക്കെ കോളേജുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് TCS എന്നുള്ളത്. അവർ 50% റിക്രൂട്ട്മെൻറ്റ് അവർ സ്റ്റോപ്പ് ചെയ്യുകയും 50% വർക്കുകൾ AI മോഡൽസ് അല്ലെങ്കിൽ LLM മോഡൽസിന് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് TCS അവരുടെ പോളിസി കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. സിമിലർലി ഫോർഡ് പോലെ, മൈക്രോസോഫ്റ്റ് പോലെ, എക്സെഞ്ചർ പോലുള്ള എല്ലാ MNCസും നിലവിൽ ഈ മാറ്റങ്ങൾ കാര്യങ്ങൾ ഇടയിൽ എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്നു. 2030 കൂടി ഇന്ന് നമ്മൾ കാണുന്ന 30% ഓഫ് ദി ജോബ്സും ഉണ്ടാവില്ല എന്നുള്ളതാണ് പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം ഇതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആണെന്നുള്ളതൊക്കെ വലിയ കാലങ്ങളായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാറ്റങ്ങളിൽ നമ്മൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ എഡ്യൂടെക്നീഷ്യ പ്രത്യേകിച്ച് ഇതിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കാര്യം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശ്രമങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ഒരു കോർ AI അല്ലെങ്കിൽ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ബിസിനസ് പെർസ്പെക്റ്റീവിൽ അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു തുടക്കം കൂടെ ആവട്ടെ ഈ ഒരു കൂട്ടായ്മ എന്ന് കൂടെ നമ്മൾ പ്രത്യാശിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.